ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സിംഗിൾ ഫേസ് ഡി ബി അല്ലെങ്കിൽ ചെറിയ വീട് നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള വയറിങ്ങിൽ സിംഗിൾ ഫേസ് ഡി ബിയിൽ കൊടുക്കുന്ന RCCB, അതായത് ഐസൊലേറ്റർ, RCCB, MCB ഇങ്ങനെയാണ് അതിൻ്റെ നോർമൽ ലെവലിൽ വരുന്നത്. അതിൽ വരുന്ന ട്രിപ്പിംഗ്, അതായത് എർത്ത് ലീക്കേജ് കറണ്ടിൽ ട്രിപ്പിങ്ങിൽ വരുന്ന RCCB നമ്മൾ എത്ര ആംപിയറാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. RCCB നമുക്ക് സിംഗിൾ ഫേസിന് നോർമൽ ഉപയോഗിക്കുന്നത് 40 ആംപിയർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ 63 ആംസും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് 40 ആംപിയറിൻ്റെയാണ്. അത് കറക്റ്റായിട്ട് കണ്ടോ, കാണിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. 40 ആംപിയർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമേ MRP 1830 റേഞ്ച് കൊടുത്തിരിക്കുന്നത്. ഏകദേശം അത്യാവശ്യം എല്ലാ RCCBകളും ഈ റേഞ്ചാണ് വരുന്നത്. ഒരു 1700 തൊട്ട് ഒരു 2300 ആ റേഞ്ച് വരെ RCCBകൾ വരാറുണ്ട്, പല കമ്പനികളെ അപേക്ഷിച്ചിട്ടാണ്. ഇതാണ് അതിൻ്റെ സീരിയൽ നമ്പർ വരുന്നത്. ഈ സീരിയൽ നമ്പർ നമ്മളത് എടുത്തു വയ്ക്കണം. വേറൊന്നിനുമല്ല, നമ്മൾ കണക്ഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ഈ സീരിയൽ നമ്പർ ഉൾപ്പെടെ ഈ പേപ്പറും കൂടിയിട്ട് വേണം നമ്മൾ KCBയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട്, കണക്ഷൻ കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പേപ്പർ, അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങൾ ടെസ്റ്റഡ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് കണക്ഷൻ അപേക്ഷിക്കുന്ന സമയത്ത്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ആംപിയർ നമ്മൾ 63 ആംസും അതില്ലെങ്കിൽ നമുക്ക് 40 ആംസും 40 ആംപിയറുമാണ് നമ്മൾ നോർമൽ ലെവലിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമുക്ക് 2 ഐസൊലേറ്ററിലേക്കാണ് മെയിൻ കണക്ഷൻ വരുന്നത്. മീറ്റർ ബോക്സിൽ നിന്നും ഫേസും ന്യൂട്രും, സിംഗിൾ ഫേസ് ആയതുകൊണ്ട് 2 വയറുകളാണ് വരുന്നത്. ഫേസ് ന്യൂട്രുമാണ് വരുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ഒരു എർത്ത് വരുന്നുണ്ട്. ഫേസ് ന്യൂട്രൽ നേരെ വരുന്നത് നമ്മുടെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ് വരുന്നത്. അതിനും ആംപിയർ വരുന്നുണ്ട് 40 ആംപിയർ അല്ലെങ്കിൽ 63 ആംസ് നമുക്ക് കൊടുക്കാം. നേരെ വന്നതിന് ശേഷം, ഐസൊലേറ്ററിൽ വന്നതിന് ശേഷം ഫേസ് ന്യൂട്രൽ കൺട്രോൾ ചെയ്ത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒന്നിച്ചാണ് ഓൺ ആകുന്നത്. അതിന് നേരെ വരുന്നത് ELCBയുടെ അല്ലെങ്കിൽ RCCBയുടെ നമ്മുടെ താഴേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ RCCB ആണ് ഈ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് സപ്ലൈ വരുന്നുണ്ട്. ആ റെഡ് കണ്ടോ മാർക്ക് ചെയ്താണ്, റെഡിലേക്ക് തന്നെ നേരെ മുകളിലേക്ക് സപ്ലൈ വരുന്നു. ഇനി അതിൽ നിന്ന് നേരെ നമ്മുടെ MCBകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മാക്സിമം ആംപിയർ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നത് 40 ആംപിയറാണ്. പിന്നെ അതിൻ്റെ അകത്ത് എർത്ത് ലീക്കേജ് കറണ്ട്, അതായത് 30 മില്ലി ആംപിയറിന് എർത്ത് ലീക്കേജ് എവിടെയെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ട്രിപ്പ് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നീല ബട്ടൺ കണ്ടോ, ഈ ഓൺ ഓഫ് ബട്ടണാണ് ട്രിപ്പ് ആവുന്നത്. നേരെ ഇത് ഓൺ പൊസിഷനിലേക്കാണ് കിടക്കുന്നത്. മുകളിലേക്ക് ട്രിപ്പ് ആവുന്ന സമയത്ത് നേരെ താഴേക്ക് വരും. എന്തെങ്കിലും എർത്ത് ലീക്കേജ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ട്രിപ്പ് ആവും. ഇനി അതല്ല, അതിൻ്റെ മുകളിൽ കാണുന്നൊരു ബട്ടൺ കൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ കാണുന്ന T എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ബട്ടൺ എന്നാണ് പറയുന്നത്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്നത് നേരെ ട്രിപ്പിങ്ങിൻ്റെ വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടണാണ്. നേരെ ഓൺ ഓഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ഓൺ ചെയ്യുന്നതിന് നേരെ മുകളിലേക്ക് നമ്മൾ ഓൺ പൊസിഷനിലേക്ക് ഇടണം. നമ്മൾ നേരത്തെ പറഞ്ഞു 30 മില്ലി ആംപിയറിലാണ് എർത്ത് ലീക്കേജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും കൂടി കമ്പനി തന്നിട്ടായിട്ട് കാണിച്ചിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് ടെസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ ELCB പ്രോപ്പറായിട്ട് ജാം ആവാതെ വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് അടിക്കണം. ജസ്റ്റ് ആ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് ആവും. അതായത് നമ്മൾ ആ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ T എന്ന് പറയുന്ന ഇതിൽ ഞെക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഞെക്കുമ്പോൾ അത് ട്രിപ്പായി മാറും. അത് ജസ്റ്റ് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഞെക്ക് കൊടുത്തു, അത് ട്രിപ്പായി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതായത് ELCB അല്ലെങ്കിൽ RCCB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം നല്ലതാണ്. കാരണം ഇത് കറക്റ്റായിട്ട് ചില സമയങ്ങളിൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ELCB കംപ്ലൈൻറ്റ്, RCCB അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് ഈ RCCB ഉള്ളതിൻ്റെ ബലത്തിൽ നമ്മൾ എർത്ത് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും സംഭവിച്ചാൽ വലിയ അപകടം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ടെസ്റ്റ് ബട്ടൺ അമർത്തി അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിൽ നിന്ന് നേരെ ഔട്ട് വരുന്നത് ഓരോ MCBകളിലേക്കാണ്. MCBകളിൽ നിന്നും ഓരോ സർക്യൂട്ടുകളിലേക്കാണ് കൊടുക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, RCCB ഒരിക്കലും ഹൈ വോൾട്ടേജിൽ ട്രിപ്പ് ആവില്ല. അതായത് ഹൈ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഡബിൾ ഫേസ് നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ, അതായത് 230 അല്ലെങ്കിൽ 250 സ്ഥാനത്ത് 415 വോൾട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവില്ല. അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എർത്ത് ലീക്കേജിൽ മാത്രമേ RCCB ട്രിപ്പ് ആവുള്ളൂ. അതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇനി RCCB നമ്മൾ വെച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഡബിൾ ഫേസ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആയില്ല എന്ന് പറയരുത്. കാരണം അത് ട്രിപ്പ് ആവാനുള്ള ഓപ്ഷൻ അതിനില്ല. എർത്ത് ലീക്കേജിൽ മാത്രമേ RCCB ട്രിപ്പ് ആവുള്ളൂ. എർത്ത് ലീക്കേജ് ഒഴിച്ച് നമ്മൾ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് വരുന്ന സമയത്ത് കട്ടാവാനായിട്ട് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ടറും ലോ വോൾട്ടേജ് പ്രൊട്ടക്ടറും ഓൾറെഡി ഉണ്ട്. അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലും നമുക്ക് ഇതുപോലുള്ള പുതിയ ഐഡിയാസും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളായിട്ട് വരാനായിട്ട് ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.